നമസ്കാരം, ഞാൻ ശ്രീജേഷ്. ഇന്ന് പിട്ടാപ്പള്ളിയുടെ ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ഒരു മറുപടി പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പണ്ട് കേരള ഹോക്കിയിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും എനിക്ക് അറിവുള്ളതാണ്. ആ ഒരു പ്രശ്നങ്ങൾ മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കാം അസോസിയേഷനിലെ ഇടപാടുകൾ അല്ലെങ്കിൽ അവിടത്തെയുള്ള പ്രശ്നങ്ങൾ എന്ന് ഞാൻ മെൻഷൻ ചെയ്ത്. അത് ഒരിക്കലും കേരള ഹോക്കി എന്നൊരു അസോസിയേഷനെ, അതായത് ഇപ്പോഴത്തെ ലീഗൽ ബോഡിയെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല. കാരണം ഇപ്പോഴത്തെ ഈ കേരള ഹോക്കി എന്നുള്ള ലീഗൽ ബോഡി വളരെയധികം ഹോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു അസോസിയേഷനാണ്. ഞാൻ എന്തായാലും അവരുടെ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ അവരുമായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്ഡ് ആണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ്. അവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇടങ്കോല് വയ്ക്കുന്ന പലരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു പറഞ്ഞ രീതി ചിലപ്പോൾ മാറിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ മനസ്സിലുള്ള ചിന്തയെ ഞാൻ വാക്കുകളാൽ പുറത്തേക്ക് വിട്ടപ്പോൾ അത് ചിലപ്പോൾ മാറിപ്പോയത് കൊണ്ടായിരിക്കും പലരും അതിനെ വേറെ രീതിയിൽ, അതായത് ഞാൻ അസോസിയേഷനെതിരെ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും കേരള ഹോക്കി എന്നൊരു അസോസിയേഷൻ എഗനിസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരത് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ വളച്ചൊടിച്ചും അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ഹോക്കിയെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടിയായിരുന്നു അത്. അതുകൊണ്ട് ഒരിക്കലും കേരള ഹോക്കി എന്നൊരു അസോസിയേഷൻ എഗനിസ്റ്റ് ആയിരുന്നില്ല എൻ്റെ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ കേരള ഹോക്കിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ഇപ്പോഴും കൂടെയുണ്ട്. ഹോക്കിക്കുള്ള എല്ലാ പ്രൊമോഷനും, ഹോക്കിക്കുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാവരുടെ മുമ്പിൽ ആസ് എ ഹോക്കി പ്ലെയറും ഒരു ഹോക്കി പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞൊരു കാര്യത്തെ വളച്ചൊടിക്കരുത്. ഞാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. ഹോക്കിക്ക് എഗനിസ്റ്റ് നിൽക്കുന്ന കുറച്ച് ആളുകൾ ഞങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് ഈ കേരളത്തിൽ ഹോക്കിയെ ഇനിയും വളർത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ദയവുചെയ്ത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റായിട്ട് ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.